നമ്മളിപ്പോൾ ഓൾറെഡി കണ്ട 2 എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഈ കണ്ടിന്യൂറ്റീനെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. സപ്പോസ് എഫ് ഈസ് എ റിയൽ ഫങ്ഷൻ ഓൺ എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എഫ് എന്ന് പറയുന്നത് ഒരു റിയൽ ഫങ്ഷൻ ആണ് വിച്ച് ഈസ് ഡിഫൈൻഡ് ഓൺ എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിയൽ ഫങ്ഷൻ ആണ് എഫ് എന്ന് വിചാരിക്കുക. ആൻഡ് ലെറ്റ് സി ബി എ പോയിന്റ് ഇൻ ദി ഡൊമൈൻ ഓഫ് എഫ്. ഈ എഫിൻ്റെ ഡൊമൈനിലെ ഒരു പോയിൻ്റാണ് സി എന്ന് വിചാരിക്കുക. ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ്. അങ്ങനെ ഡൊമൈനിലുള്ള ആ സിയിൽ എഫ് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആവണം. അപ്പോൾ ഒരു എഫ് എന്ന് പറയുന്ന ഒരു റിയൽ ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിഫൈൻഡ് ഓൺ എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിൻ്റെ ഡൊമൈനിലുള്ളൊരു പോയിൻ്റാണ് സി. ആ സിയിൽ ഈ ഫങ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സിയോട് ഈക്വൽ ആവണം. അതായത് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അത് എഫ് ഓഫ് സിയോട് ഈക്വൽ ആവണം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സിയിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. അങ്ങനെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അതിൻ്റെ വാല്യൂ എഫ് ഓഫ് സിയോട് ഈക്വൽ ആവും. ഇതാണ് കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ശരിയാവാത്ത ഏതെങ്കിലും പോയിൻ്റ് സി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പോയിൻ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ചെക്ക് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫങ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 അറ്റ് എക്സ് ഈക്വൽ ടു 1. ഈ ഫങ്ഷൻ എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കത് നോക്കാനുള്ള ഐഡിയ, ഈ ഫങ്ഷൻ എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2x + 3 കണ്ടുപിടിക്കുക. ഇറ്റ്സ് എ സിമ്പിൾ ഫങ്ഷനാണ്. സോ ഇതിൻ്റെ ലിമിറ്റ് വരിക 2 × 1 + 3. ജസ്റ്റ് എക്സ് കാണുന്നിടത്ത് 1 ഇട്ട് കൊടുത്തു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടി. ദെൻ എഫ് ഓഫ് 1 കണ്ടുപിടിക്കുക. ഇവിടെ എഫ് ഓഫ് എക്സ് 2x + 3 ആണ്. സോ എഫ് ഓഫ് 1 ഈക്വൽ ടു 2 × 1 + 3, അതായത് 2 + 3 5. അപ്പോൾ ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1. Therefore, f is continuous at x equal to 1. Therefore, f is continuous at x equal to 1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫങ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ കണ്ടു, ഒരു പോയിന്റിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളും കണ്ടു. അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. എക്സാമിൻ വെദർ ദ ഫങ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷൻ എക്സ് ഈക്വൽ ടു 0ൽ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് എക്സ് ഈക്വൽ ടു 0ലാണ് നോക്കേണ്ടത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എടുത്തു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് കാണുന്നിടത്ത് ജസ്റ്റ് ഈ പറഞ്ഞ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 0 സ്ക്വയർ, അതായത് ഉത്തരം 0. ഇതാണ് ഈ ഫംഗ്ഷൻ്റെ 0യിലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദെൻ നമ്മൾ എഫ് ഓഫ് 0 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയറാണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് നോക്കി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് 0യും ഈക്വലാണ്. അതിൻ്റെ അർത്ഥം
ഈക്വൽ ടു എഫ് ഓഫ് 0. Therefore എഫ് ഈസ് കണ്ടിന്യൂസിനെ ഞാൻ ചുരുക്കി CTS എന്ന് എഴുതണം കേട്ടോ, കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0-ൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി ഈ കാര്യം വേണമെങ്കിൽ നമുക്ക് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടിയും പറയാം കേട്ടോ. അപ്പോൾ അതായത് ഇത് നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്കറിയാവുന്നതാണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പരാബോള. ഇതാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഇത് എക്സ് ഈക്വൽ ടു 0-ൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പേന എടുക്കാതെ നമുക്ക് ഈ ഗ്രാഫ് ഫുള്ളായിട്ട് വരയ്ക്കാൻ പറ്റും. സോ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. 0-ലൊന്നും ഇതിന് പേന എടുക്കേണ്ട ഒരു ആവശ്യം വരണില്ല. അപ്പോൾ വിത്ത് ഈ ഗ്രാഫിൻ്റെ സഹായത്തോടെ നമുക്ക് വേണമെങ്കിൽ ഈ ഉത്തരം ഒറ്റയടിക്ക് പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഗ്രാഫിക്കലായിട്ടും ഇത് ആലോചിച്ച് വെച്ചേക്കുക. ഇതുപോലെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എക്സ് ഈക്വൽ ടു 0-ൽ കണ്ടിന്യൂസ് ആണോ എന്ന് അറിയണം, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഡെഫിനേഷൻ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് വെച്ചും ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ആദ്യം ഡെഫിനേഷൻ വെച്ച് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ നമുക്കൊന്ന് ഒറിജിനലായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ +1-ൽ പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൊമൈനെ 3ആയിട്ട് തിരിക്കാം. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 2ആയിട്ട് തിരിക്കാം. എക്സ് ലെസ് ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡ് എക്സിൻ്റെ ഉത്തരം എക്സ് തന്നെ. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സിൻ്റെ ഉത്തരം -x. ഇങ്ങനെയാണ് മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 0-ൽ ലിമിറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ 0-ൽ വെച്ച് ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തേക്കുകയാണ്. സോ ഈ സ്പ്ലിറ്റ് ചെയ്തത് ഇങ്ങനെ 0-ൽ വെച്ച് 2ആയിട്ട് മുറിച്ചേക്കണം. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുക, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുക. നമുക്ക് ആദ്യം തന്നെ അറ്റ് എക്സ് ഈക്വൽ ടു 0-ലെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 0-ൽ വെച്ചാണ് ഈ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. സോ 0-ലെ ലിമിറ്റ് കാണണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കണം. ഞാൻ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. ഞാനത് ചുരുക്കി LHL എന്ന് പറയുകയാണ് കേട്ടോ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ ചെറുത്. അതാണ് ഈ 0 മൈനസ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എന്ത്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതി. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് ആരാന്ന് നോക്കുക, ഡെഫിനിഷൻ നോക്കുക. എക്സിൻ്റെ വാല്യൂ എക്സ് ടെൻസ് ടു 0 മൈനസ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ ചെറുത്, അതായത് ഈ കേസ്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ആരാ, -x ആണ്. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് കണ്ടുപിടിച്ചു. അതായത് -0 അഥവാ -0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 0 തന്നെ. ഇങ്ങനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി. ഇനി നേരെ പോയിട്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു RHL. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ വലുതാണെങ്കിൽ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഇത് നോക്കണോ ഇത് നോക്കണോ എന്ന് ആലോചിക്കാം. എക്സിൻ്റെ വാല്യൂ 0-നേക്കാൾ വലുത് ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എക്സ് ഇട്ട് കൊടുത്തു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സ് കാണുന്നത് 0. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0, റൈറ്റ് ഹാൻഡ് ലിമിറ്റും 0. അപ്പോൾ നമുക്ക് പറയാം LHL ഈക്വൽ ടു RHL. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആണ്. Therefore ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആൻഡ് ഈക്വൽ ടു 0. ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ 0-ലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ.
അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഈക്വലാണ്, അത് 0 ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 0യിലെ ലിമിറ്റ് കണ്ടുപിടിച്ചു. നമുക്കിത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് 0യിലെ ലിമിറ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പതുക്കെ എഫ് ഓഫ് 0 കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ, അതായത് എക്സ് ഈക്വൽ ടു 0യുടെ ഇമേജ്. അപ്പോൾ നോക്കിയേ, ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇമേജ് 0 തന്നെ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് 0 എന്ന് കിട്ടി. ഇനി നമ്മൾ ദെൻ അടുത്തത് നോക്കണത് എഫ് ഓഫ് 0 എത്രയാണെന്ന് നോക്കി. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ എക്സ് 0 ആകുമ്പോൾ എന്ത് കിട്ടുന്നു. ഇപ്പോൾ ഇവിടെ എക്സ് 0 ആവുക പറഞ്ഞാൽ ഈ കേസ് എക്സ് 0 ആകുമ്പോൾ ഇത്ര എക്സ് തന്നെ, അതായത് 0 തന്നെ. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു 0. അപ്പോൾ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും ഈക്വലായി. Therefore, f is continuous at, കണ്ടിന്യൂസിനെ ഞാൻ സി ടി എസ് എന്ന് ചുരുക്കി എഴുതുന്നു കേട്ടോ. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. നമുക്ക് ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതേ കാര്യം ഗ്രാഫ് വെച്ച് വേണമെങ്കിൽ പെട്ടെന്ന് ആലോചിക്കാം. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുക? മോഡ് എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം വി ഷേപ്പിലാണ് ഇരിക്കുക. ഇങ്ങനെയാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് പോവുക. നോക്കിയേ, ഈ ഗ്രാഫ് എവിടെയെങ്കിലും വെച്ച് നമുക്ക് പേന എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടോ? ഇവിടുന്ന് ഗ്രാഫ് ഇങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ ഈ അറ്റം വരെ നമുക്ക് വരയ്ക്കാൻ പറ്റും. പേന എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. 0-ലും ഇതിനൊരു സ്പ്ലിറ്റും വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മുറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി പോവും. അത് നമുക്ക് ഉറപ്പാണ്. ഇവിടെ അങ്ങനെ ഒരു മുറിയലും വരുന്നില്ല. സോ ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് പറയാം മോഡ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൾ ഓവർ ഇറ്റ്സ് ഡൊമൈൻ. എൻറ്റയർ റിയൽ നമ്പറിൽ ഈ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 1 ഇഫ് എക്സ് ഈക്വൽ ടു 0 ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എക്സ് 0 അല്ല എങ്കിൽ 0 അല്ലാത്ത എല്ലാ പോയിൻറ്റിൻ്റെയും ഇമേജ് എക്സ് ക്യൂബ് പ്ലസ് 3. എക്സ് 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം 1. ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് അല്ല എന്ന് തെളിയിക്കണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 0യിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോക്ക്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സിൻ്റെ വാല്യൂ 0യുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എഫ് ഓഫ് എക്സ് ആര്, അതായത് എക്സ് 0 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് ആരെന്നല്ല ചോദിക്കണേ. എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 0ൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എഫ് ഓഫ് എക്സ് ആര്. അതിപ്പോൾ ലെഫ്റ്റ് കൂടെ അപ്രോച്ച് ചെയ്യാം, റൈറ്റ് കൂടെ അപ്രോച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് കൂടെ വന്നാൽ എക്സ് ക്യൂബ് പ്ലസ് 3, റൈറ്റ് കൂടെ വന്നാലും എക്സ് ക്യൂബ് പ്ലസ് 3. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ് പ്ലസ് 3. അത് മറക്കരുത്. എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 0യുടെ അടുത്തേക്ക് ചെല്ലണമെന്നാണ്. ഒരിക്കലും എക്സ് ഈക്വൽ ടു 0യിലെ കേസ് ഇവിടെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ലിമിറ്റ് കാണുമ്പോൾ 0 എക്സ് കാണുന്നത് 0 കൊടുത്തു. 0 ക്യൂബ് പ്ലസ് 3 ആൻസർ 3. ഇതാണ് എക്സ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ്. ഇനി നമ്മൾ അടുത്തത് എഫ് ഓഫ് 0 കാണുക. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 ആവുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം, എക്സ് 0 ആവുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം 1 എന്ന് തന്നിട്ടുണ്ട്. സോ എഫ് ഓഫ് 0 ഈക്വൽ ടു 1. നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും സെയിം അല്ല. അപ്പോൾ ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0. Therefore, f is not continuous
എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്, സി ടി എസ് എന്ന് എഴുതുന്നു കേട്ടോ ചുരുക്കി, നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. ഓക്കെ, ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൂവ് ദാറ്റ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആർ കണ്ടിന്യൂസ് അറ്റ് എവറി റിയൽ നമ്പർ. നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി ഫംഗ്ഷനും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും എല്ലാ റിയൽ നമ്പേഴ്സിലും കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എല്ലാ റിയൽ നമ്പറിലും കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഒരു റിയൽ നമ്പർ എടുക്കുകയാണ്. ഇവിടെ ഒരു പോയിന്റിൽ ചെക്ക് ചെയ്യാനല്ല പറഞ്ഞേക്കണേ, ഫുൾ എൻ്റെ റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ആണ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഒരു റിയൽ നമ്പർ എടുത്തു. അതായത് ലെറ്റ് സി ബിലോങ്സ് ടു ആർ, സി എന്ന് പറയുന്ന ഒരു റാൻഡമായിട്ട് ഒരു റിയൽ നമ്പർ എടുത്തു. ഈ സിയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നോക്കാം. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. നമുക്ക് ആദ്യം ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ കാര്യം നോക്കാൻ പോണത്. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇത് കണ്ടിന്യൂസ് ആണെന്ന് നോക്കാം. അപ്പോൾ സിയിൽ കണ്ടിന്യൂസ് ആണെന്ന് അറിയാൻ ആദ്യം നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് കാണുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ നോക്കി, എക്സ് ടെൻസ് ടു സി എക്സ് എന്ന് വെച്ചാൽ ഇതിൽ എക്സ് കാണുന്നിടത്ത് സി ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ലിമിറ്റ് സി എന്ന് കിട്ടി. ഇനി നേരെ എഫ് ഓഫ് സിയുടെ വില കണ്ടുപിടിക്കുക. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്തേക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണോ വരിക അയാൾ തന്നെയാണ് ഇമേജ്. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സി. അപ്പോൾ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരവും എഫ് ഓഫ് സിയുടെ ഉത്തരവും സെയിം. അപ്പോൾ ഹിയർ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. Therefore f is continuous at x equal to c. c നമ്മൾ റാൻഡം ആയിട്ടല്ലേ ചൂസ് ചെയ്തേ. അപ്പോൾ സിൻസ് c is random, f is continuous at every real number. നമ്മൾ c എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു റിയൽ നമ്പറാണ് എടുത്തത്, അതിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം നമ്മൾ ഏത് റിയൽ നമ്പർ എടുത്താലും അവിടെയൊക്കെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ കാര്യത്തിൽ പ്രൂവ് ചെയ്യണം. ഇനി അടുത്ത നമുക്ക് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ കേസ് നോക്കാം. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണു. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ. ഇതാണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ. അതായത് എക്സിന് ഏത് വില വന്നാലും എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ സ്ഥിരം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ സപ്പോസ് ദാറ്റ് ഈസ് കെ. അപ്പോൾ ഇവിടെ നമ്മൾ ലെറ്റ് സി ബിലോങ്സ് ടു ആർ, നമ്മൾ ഇതിൻ്റെ ഡൊമൈനിൽ നിന്ന് സി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു. ഡൊമൈനായ റിയൽ നമ്പറിൽ നിന്ന് സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെൻറ്റ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് കാണാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കെ ആണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻറ്റ് തന്നെ. സോ ഇവിടെ ലിമിറ്റ് കെ എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്തത് എഫ് ഓഫ് സി കണ്ടുപിടിക്കുക. നമ്മുടെ ഫംഗ്ഷൻ നോക്കിയേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ. എക്സിന് ഏത് വില വന്നാലും അതിൻ്റെ ഇമേജ് കെ ആണ്. അതാണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കെ തന്നെ. അപ്പോൾ നോക്കി, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പോൾ നമുക്ക് പറയാം therefore എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. അപ്പോൾ എക്സ് ഈക്വൽ ടു സിയിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സി നമ്മൾ റാൻഡമായിട്ടാണ് ചൂസ് ചെയ്തത്. സോ എല്ലാ റിയൽ നമ്പറിലും ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ റിയൽ നമ്പറിലും ഐഡൻറ്റിറ്റി ഫംഗ്ഷനും കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ഗ്രാഫ് വെച്ചും നമുക്ക് പറയാം കേട്ടോ.